ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരിശ്ശേരിയാണ്. വറുത്തരിശ്ശേരി എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, എന്തുകൊണ്ടാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. പോവാം നമുക്ക് വീഡിയോയിലേക്ക്. നമ്മളിന്ന് എടുത്തിട്ടുള്ളത് വാഴപ്പിണ്ടിയാണ്. വാഴപ്പിണ്ടി, ഉണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമ്മളൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാഴപ്പിണ്ടി കൊണ്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് വറുത്തരിശ്ശേരിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് പൊളിച്ച് അരിഞ്ഞെടുക്കാം. പിണ്ടി എങ്ങനെ എടുക്കാമെന്ന് വെച്ചാൽ, നമുക്ക് കുലച്ച വാഴയിൽ മാത്രമേ നമുക്ക് പിണ്ടി കിട്ടുള്ളൂ. മറ്റുള്ള വാഴകളിൽ പിണ്ടി ഉണ്ടാവില്ല. അപ്പോൾ ഇത് കുലച്ച വാഴയിലത്തെ പിണ്ടിയാണിത് നമ്മൾ എടുത്തിട്ടുള്ളത്. പൂവൻ്റെ പിണ്ടിയാണിത്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ഒരു കഷ്ണം നമ്മൾ അരിഞ്ഞെടുക്കുമ്പം അതിൻ്റെ നൂല് വരുന്നുണ്ടോ? ഈ നൂലൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം എടുക്കാണ്ട. നൂലൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ച് കളയുക. ഉണ്ടോ? ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുമ്പോൾ ഇതിനെ പോലെ നമുക്ക് നൂല് കിട്ടും. കണ്ട, നൂലൊക്കെ നമുക്ക് കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. ഒരു കഷ്ണം എടുത്തിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അത്ര കുഞ്ഞ് കഷ്ണം ആക്കണ്ട, ഈ ഒരു ലെവലിൽ നമുക്ക് എടുത്താൽ മതി. ഇതുപോലെ ഇതിൽ നമുക്ക് ലാസ്റ്റ് വരുമ്പം ഇതുപോലെ നൂലുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് എടുത്ത് കളയാം. ഇതുപോലെ നമുക്ക് എല്ലാം അരിഞ്ഞെടുക്കാം. ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെവൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട്. നമ്മൾ നൂലൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ എരിശ്ശേരിക്ക് വേണ്ടി ചെറുപയറും കൂടെ എടുത്തിട്ടുണ്ട്. ചെറുപയറും വാഴപ്പിണ്ടിയും കൂടെയാണ് നമ്മളിന്ന് എരിശ്ശേരി വയ്ക്കുന്നത്. അതിന് വേണ്ടി നമ്മളൊരു 150 ഗ്രാം ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്തതാണിത്. നമുക്ക് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉണ്ണിപ്പിണ്ടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കറി വയ്ക്കാൻ നേരത്ത് അന്നേരം തന്നെ അരിഞ്ഞെടുക്കേണ്ടതുള്ളതാണ്. ഇത് പെട്ടെന്ന് കറുത്ത് പോകുന്ന ഒന്നാണിത്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് ഒന്ന് ചതച്ചിടുന്നതായിരിക്കും നല്ലത്. ഇത് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 വിസിലടിച്ചാൽ മതി. രണ്ടും പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. നമ്മളൊരു ചെറിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അരച്ച് ചേർക്കാനാണ്. ഇത് നമുക്ക് വറുത്ത് ചേർക്കാനാണ്. തേങ്ങ എത്രത്തോളം ഉണ്ടോ അത്രയും ടേസ്റ്റ് നമ്മുടെ വറുത്തരിശ്ശേരിക്ക് ഉണ്ടാവും. ഇപ്പോൾ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയല്ലേ, അപ്പോൾ ഇത്തിരി കുറച്ച് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അരയ്ക്കാനുള്ള നാളികേരം എടുത്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് നല്ല ജീരകം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ജീരകം നമ്മൾ ചേർത്തേക്കുന്നത്. നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഫൈനായിട്ടൊന്നും അരയണ്ട, ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. വേവിച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. നല്ല പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. വെള്ളമൊന്നും അധികം ചേർക്കണ്ട. ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ലേശം ശർക്കര എന്നങ്ങനെ ചീകിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയൊരു മധുരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലേശം ശർക്കര ചേർത്തത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി വറുത്തിട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് വേണം കേട്ടോ. വെളിച്ചെണ്ണയിൽ വെച്ചാലേ ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉഴുതിട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ലേശം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി. കണ്ട, ഈ ഒരു രീതിയിൽ നമ്മൾ വറുത്തെടുത്താൽ മതി. നമുക്ക് വറവിട്ട് കൊടുക്കാം. ലേശം നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാറ്റി വെച്ച് നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ നല്ലതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമ്മളെ വാഴപ്പിണ്ടി. എല്ലാവരും വീടുകളിലൊക്കെ വാഴ ഉണ്ടാവുമല്ലോ. ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കി കഴിച്ച് നോക്കൂ.
ഇന്നത്തെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ.